അങ്ങനെ കുറെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് സുന്ദരിയായ നമ്മുടെ കോഴിക്കോട് ബീച്ച് കാണാൻ വേണ്ടിയിട്ട് ഫുഡ് സ്ട്രീറ്റ് ഇനോഗ്രേഷന്റെ പിറ്റേന്ന് തന്നെ നല്ല മഴ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും വകവെക്കാണ്ട് ബീച്ചിലെത്തിയാട്ടോ ഞങ്ങള്. നല്ല സുന്ദരീനെ പ്രതീക്ഷ അവിടെ എത്തി. ഞങ്ങൾക്ക് പക്ഷെ കിട്ടിയത് ദുഃഖകരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, നമുക്ക് ഇരിക്കാൻ വേണ്ടി നല്ല സീറ്റുകളും നല്ല ഭംഗിയിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മൾ അത് ഉപയോഗിക്കുന്ന ആൾക്കാര് ഫുഡ് ഒരു വശത്തിരുന്ന് കഴിച്ച് വേസ്റ്റ് ബാസ്ക്കറ്റിൽ വേസ്റ്റ് ഇടാണ്ട് അത് ഫുള്ള് ഈ ചെടിയുടെ മേലെയും ഈ സീറ്റിലും നടക്കണ വഴിയിലും എല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഞാനും ഈ സമൂഹത്തിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത് എന്നുള്ളൊരു അപകർഷതാബോധം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും വെറും അതോറിറ്റീസിനെ മാത്രം കുറ്റം പറയുന്ന നമ്മൾ ഈ കാര്യത്തിലൊക്കെ കുറച്ച് ബോധത്തോടു കൂടി പെരുമാറേണ്ടതല്ലേ. ഇല്ലെങ്കിൽ ഈ കോഴിക്കോട് ബീച്ചിന്റെ ഭംഗിയും കോഴിക്കോട് നിന്ന് കിട്ടുന്ന രുചികളും എല്ലാം നമ്മുടെ പുതിയ തലമുറയ്ക്കൊക്കെ മിസ്സാവുന്ന കാലം അധികം വിദൂരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബീച്ച് നല്ല ഭംഗിയിലും വൃത്തിയിലും ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ കോഴിക്കോട് ബീച്ചാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഏത് സമൂഹത്തിന് മുമ്പിലും തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അതിന് നമ്മൾ ഓരോരുത്തരും ഇന്ന് മുതൽ ശ്രമിച്ചില്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല.